ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് ഡേ 4 ആണ്. ഇന്നിപ്പോ നമ്മള് പേടിച്ചു വിടും, കുറച്ച് പേടിച്ചു വിടും മൈലാഞ്ചി പരിപാടി. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ 4 ഞാൻ പുറക്കത്തിനൊക്കെ എഴുന്നേറ്റിട്ടുള്ളൂ. അത് വേറെ കാര്യം, നഖം വെട്ടിയൊക്കെ എടുത്ത് നിൽക്കാണ്. ഇന്ന് നമ്മൾ ഗ്രൂം ടു ബി നടത്താൻ പോവാണ്. അപ്പൊ ഇന്ന് ഗ്രൂം ടു ബി ഉണ്ട്. മീൻ വയലുള്ള ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ കല്യാണ വീട്ടിലെല്ലാം കാണുന്ന പോലെ മെഹന്തി പരിപാടിയാണ്. ഇതെൻ്റെ കസിൻ സിസ്റ്ററാണ് ഗൈസ്, മൈ കസിൻ സിസ്റ്റർ. അപ്പോൾ അവളാണ് മെഹന്തി ഇടുന്നത്. നിന്റെ ഇൻസ്റ്റാ പേജ് പറഞ്ഞേ. മെഹന്തി ആര്? നൂർ ഹെന്ന എന്നാണ് ഇൻസ്റ്റാ പേജ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെഹന്തി ഇടണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഒരാളല്ല, എൻ്റെ ഒട്ടുമിക്ക കസിൻസും മെഹന്തി ഇടും. ഈവൻ ദീദി മെഹന്തിയൊക്കെ ഇടുവല്ലേ പണ്ട്. അപ്പോൾ മെഹന്തിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, മെഹന്തിക്കാരെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ പേജിൽ മെസ്സേജ് ഇട്ട് എൻ്റെ ഫാമിലിയിലുള്ള മിക്ക ആൾക്കാരും മെഹന്തി ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനിപ്പോൾ ചുമ്മാ വന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പം എന്തിനാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂം ടു ബി ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് ഇൻട്രോ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. അപ്പം ഇനി ഞാനും പോയി റെഡി ആവണം. ഞാൻ മെഹന്തി ഇടുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഞാൻ മെഹന്തി ഇടില്ല. അപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂം ടു ബിക്ക് പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. എല്ലാവരും ബ്ലാക്കാണ്, ഫുൾ ബ്ലാക്കി ലുക്കിലാണ്. നീലൂടെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളാണ് ലേറ്റായിട്ട് ഇറങ്ങണത്. ഞാനല്ല ലേറ്റ് ആക്കിയത്. ഈ വരുന്ന മഹതി മൈലാഞ്ചി ഇടാനും മൈലാഞ്ചി ഇടാൻ നേരത്തെ വരാത്തതും കൊണ്ടാണ് ലേറ്റ് ആയത്. എന്നിട്ട് എൻ്റെ തലയിൽ ഇടാൻ പോവാണ്. എന്ത് കഷ്ടമാണെന്ന് പറഞ്ഞു. മൈലാഞ്ചി ഞാൻ റെഡി ആവണ സമയം, എനിക്ക് റെഡി ആവാൻ, നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് റെഡി ആവാനായിട്ട് ഒന്നുമില്ല. ഒരു ടീഷർട്ട് എടുത്തിട, തൊപ്പിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് കണ്ട ഇപ്പൊ എന്തായി? ഇപ്പൊ എന്നെ കൊണ്ട് സംസാരിപ്പിക്കോ? പറഞ്ഞ ടീഷർട്ട് ഇടാൻ അരമണിക്കൂർ എടുത്ത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണം അല്ലേ? നിനക്ക് എന്തെങ്കിലും. ശരി ഗൈസ്, ബൈ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ എന്ത് പറയാനാണ്, എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ. സോറി, ഇത് റിച്ചുവിന് കൊടുക്കാനുള്ളതാ. ഇത് ആക്ച്വലി ഫസലും റസീനെ ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷെ സൈസ് വലുതായത് കൊണ്ട് റിച്ചുവിന് കൊടുക്കാൻ വേണ്ടി പോവാം. നമ്മളവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നീലുവിൻ്റെ എത്തിയപ്പോൾ ഇവിടെ സെറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചത് സെറ്റിങ്സ് നടക്കുന്നുള്ളൂ ഗൈസ്. ഇതാരൊക്കെയാണ് ഗൈസ്? ഹിയർ കംസ് മൈ കസിൻസ്. ഹലോ ഗൈസ്. ഗൈസ്, എനിക്ക് കുറച്ച് വർത്താനം പറയാനുണ്ട്. സംഭവം ഈ ഇരിക്കുന്നതുണ്ടല്ലോ, ഒരു ജഗജാത ഗില്ലാടിയാണ് അതൊക്കെ. ഇപ്പൊ പരിചയപ്പെടുത്തിയില്ലാണ്. ഒരു മിനിറ്റ്. ഇവിടെ കുറെ സുമിമാരുണ്ട്. ഇതൊരു സുമി, ഇത് അടുത്ത സുമി, ഇത് സുറുമി, ഇത് ഖദീജ. നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ? അതെ, ഇവർ 3 പേരും സിസ്റ്റേഴ്സാണ്. ഇത് ഇവരുടെ സിസ്റ്റർ അല്ല, നമ്മളെ കസിൻ സിസ്റ്ററാണ്. കുറച്ചൊന്ന് ഉഷാറായിട്ടിരുന്ന് ചിരിച്ച് അടിച്ചു പൊളിച്ച് മിട്ടി. ഇതെന്താ? എനിക്ക് ഫോൺ പിടിക്കണേൻ്റെ ഇതിനെ മറന്നുപോയാ. അയ്യോ, ഒരു മിനിറ്റ് ഗൈസ്. അല്ല, ഇങ്ങനെ ഇപ്പൊ ഓക്കെ അല്ലേ? എന്നെ കാണുന്നുണ്ടോ? പൈ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എൻ്റെ അബ്ബയുടെ ഫാമിലിയിലെ കസിൻസ് ആണ്. ഇതെന്റെ അബ്ബയുടെ മൂത്ത പെങ്ങളുടെ രണ്ടാമത്തെ മോളാണ്. മകളിൽ രണ്ടാമത്തെ മോളാണ്. വേറെ കുറെ ആങ്ങളന്മാരും കൂടി ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കണം, നിങ്ങൾ നോക്കരുത്. ഒരു സമയത്ത് അല്ലേ, ഒരു സമയത്ത് പറ, ബാക്കി സുമി പറയും. നമ്മുടെ ഫാമിലിയിലാ തകർപ്പൻ ആളായിരുന്നു. അതെ, കുറച്ച് ഡൗൺ ആണ്. അല്ല, ഇപ്പൊ തകർക്കലിന് കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും അടിച്ചുപൊളിയായിരുന്നു.
അതായത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ ഒക്കെ ചെറുപ്പത്തിലെ വിട്ടി എൻ്റെ പ്രായം, ഇപ്പത്തെ ഈ പ്രായം കുറച്ചും കൂടി ചെറിയൊരു പ്രായമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ വൈബ്, അതായത് വൈബ് മിട്ടിമാരെന്ന് പറയില്ലേ, അതിൽ ഒരാളായിരുന്നു. ഇപ്പൊ 2 പിള്ളേരുണ്ട്, അതിലൊരാൾ ഇവിടെ ഉണ്ട്, അവൻ പിന്നെ നിങ്ങളെല്ലാവരും കുറെ കമന്റ്സിൽ കണ്ടു ഞങ്ങൾ ഒരേപോലെയാണെന്ന്. ഞങ്ങൾ ചെറുപ്പത്തിലെ ഏകദേശം ഒരേപോലെ ആയിരുന്നു. ഞങ്ങള് എല്ലാവരും മാറിപ്പോവായിരുന്നു. ചിലര് എന്നെ സുർമീന്ന് വിളിക്കും, റസ്മീന്ന് വിളിക്കും. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു. ഖദീജാണെങ്കില് ഏറ്റവും അല്ലേത്. ഖദീജ ഞാനും നമ്മൾ ഒരു വയസ്സിനുള്ളത്, എന്നെക്കൂടെ ഒരു വയസ്സിനുള്ളത്. ഒരു വയസ്സിന് വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതാണ് സുമിമിട്ടി കല്യാണമൊക്കെ കഴിഞ്ഞു, വളരെ നേരത്തെ കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട്. അതെ, 19 വയസ്സിൽ നടന്നിട്ട് ആലപ്പുഴയിലല്ലേ, ചേർത്തല. പിന്നെ ഇത് പിന്നെ അറിയാലോ അല്ലേ, കുറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് ബ്ലാക്ക് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇയറിങ്സ് എവിടെ കാണിച്ചു? ഇവിടെ അടി തുടങ്ങിയോ? അപ്പോൾ ഒരുപാട് കസിൻസ് ഉണ്ട്, ഇനിയും കുറച്ച് പേരും കൂടി വരാനുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഗ്രൂം ടു ബി ആണ്, അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം, കാരണം എനിക്ക് കൈവനെടുക്കില്ല. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ബലൂൺ ഒക്കെ ആയിട്ട് ടീം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആക്ച്വലി ചെറുക്കൻ്റെ പെണ്ണ് നീലു ആണെന്ന്. പെങ്ങള് നീലു ആണെന്ന്. ഇല്ല, നീലു, സോറി, ചെറുക്കൻ്റെ പെങ്ങള്. എല്ലാ പരിപാടിയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരെയും കൊണ്ടുവരുന്ന ഉത്തരവാദിത്തം നീലുക്കാണ്. 5 മണിക്ക് വരാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ ഇതുവരെ എത്തിയിട്ടില്ല. യു ഫെയിൽഡ്. 6 മണിയായി നീലു, 6 മണി കേട്ടോ. ആണല്ലേ, ആൾക്കാരെയും കോർഡിനേറ്റ് ചെയ്യേണ്ടത് നീ തന്നെയാ. വേണ്ട, താല്പര്യം. നിങ്ങൾ എന്താ പേരെന്താ തന്നോടാ? പേര് നാണം വന്നോ? പേര് പറ. നാദ്യ. എവിടെയാ? പള്ളുരുത്തിയിൽ. ഇത് സ്ഥിരം ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടോ? ഇൻസ്റ്റാ പേജ് എന്താ? ആര്? അത് ഞാൻ മെൻഷൻ ചെയ്തേക്കാം, എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അപ്പൊ ശരി ഗായ്സ്, അപ്പോൾ ദേ നമ്മുടെ ഗ്രൂം ടു ബി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഓ അടിപൊളി, എൻ്റെ പൊന്നെ സീൻ സെറ്റ് സാധനം. അടിപൊളിയായിട്ട് നമ്മൾ ഗ്രൂം ടു ബിയുടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വെൽക്കം ടു റസീംസ് ഗ്രൂം ഷോ. നിങ്ങളുടെ ആരെങ്കിലും നമ്മൾ സീൻ സീൻ ഇവിടെ നോക്കി നടക്ക് സംഭവം സെറ്റാണ്. അപ്പൊ എല്ലാരും റെഡിയല്ലേ? എല്ലാരും റെഡിയാണ്. ഫുൾ കസിൻസ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി. ചാച്ചി വെള്ളം റെഡിയല്ലേ ചാച്ചി? എത്ര വെള്ളം കലക്കിണ്ടെന്ന് അറിയാം. 3 ദിവസമായിട്ടായി ചാച്ചി ഫുൾ ടൈം വെള്ളം കലക്കലെന്ന പരിപാടി. വിളിച്ചാ റസീല? വിളിച്ചാ? ഓക്കെ. പൊട്ടോ ഇപ്പൊ പൊട്ടിക്കാനല്ല. സോറി. വേണ്ട എന്തേലും പറയടാ. വരാറായ റസീം വരാറായ. അമ്മൂസേ അതാ പൊട്ടിക്കലേ പിന്നെ പൊട്ടിക്കലോ എല്ലാവരും പോകുമ്പോ സഹായിച്ചിട്ട് പോകണം.
ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ 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 വിതറാം. പറയാ കട്ടയില് ആദ്യം ഫോട്ടോ എടുക്കട്ടെ. കട്ടയില് പറയാ ഇവിടെ നോക്കി ഒന്ന് മാറും ലൈറ്റ് മാറും. ഞാൻ പറയാട്ടോ ആ ലൈറ്റിന്നൊക്കെ ഒന്ന് മാറിയുന്നതിന് നന്നായിരിക്കും. ലൈറ്റ് മറിക്കല്ലേ. കൈ കാണിച്ച് അങ്ങനെയല്ല. എല്ലാരും ഇവിടെ നിന്ന് കൊടുക്കാട്ടോ. അതിനാണ് ഈ സ്പേസ് വെച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഭയങ്കര തിരക്കിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടെ മൊത്തം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.